ഞങ്ങളുടെ ഒരു കമ്പനിയെ കുറ്റക്കാരാണെന്ന് ആരോപിച്ച് അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക ഇതിനകത്തൊരു കളി കളിച്ചെങ്കിലും വിചാരിക്കാത്ത രീതിയിൽ റഷ്യ പ്രതികരിച്ചു. അപ്പോൾ ഇന്ത്യക്കും അതൊരു ഗുണമാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് എന്തൊക്കെ കളി കളിക്കുന്നോ അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുമ്പോൾ ഫുൾ സപ്പോർട്ടുമായിട്ട് റഷ്യ വരുന്നു. അപ്പോൾ റഷ്യ ഒരു ആണവ നിലയം അവിടെ സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് 10 വർഷം മുമ്പുണ്ടാക്കിയ കരാറാണ്. ഈ കരാറിൽ ഇന്ത്യയെ കൂടെ സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് റഷ്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് റഷ്യക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ബംഗ്ലാദേശ് ഇവിടെ കളിക്കുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ ഇന്ത്യക്കെതിരായ ഒരു മുന്നേറ്റമാണ്. ആത്യന്തികമായി അത് റഷ്യക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ പുടിൻ ഒരുപക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിക്കോ, ഞങ്ങൾ പുറകിലുണ്ട്. അപ്പോൾ റഷ്യൻ സൈനിക സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുഹമ്മദ് യൂനിസ് ഒക്കെ ഇനി കണ്ടം വഴി ഓടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.